അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മുസ്ലിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും അവരുടെ സമൂഹത്തിലുണ്ടായിരുന്ന തിന്മകൾക്കെതിരെ സംസാരിച്ചവരാണ്. നമ്മൾ പൂർവ്വകാല പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാലൊക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ സമൂഹത്തിലുണ്ടായിരുന്ന ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട, ബിംബാരാധനയുമായി ബന്ധപ്പെട്ടുള്ള തിന്മകൾക്കെതിരെ ശക്തമായി സംസാരിച്ച വ്യക്തിത്വമാണ്. അത് കാരണം തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി. ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എല്ലാ കാലഘട്ടത്തിലും സമൂഹത്തിലുണ്ടായിരുന്ന തിന്മകൾക്കെതിരെ എന്തൊക്കെ പ്രയാസങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും പ്രതികരിച്ചവരായിരുന്നു. നന്മയ്ക്ക് വേണ്ടി സംസാരിച്ചവരായിരുന്നു. വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസി സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട അടയാളമായി പറയുന്നത് തന്നെ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ എന്നുള്ളതാണ്. നന്മകൾ കൽപ്പിക്കുകയും തിന്മകളിൽ നിന്ന് വിരോധിക്കുകയും ചെയ്യുന്നവരാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ലിംഗസ്ഥിതി, നിർണയമോ തിരഞ്ഞെടുപ്പോ എന്നുള്ളതാണ്. എന്താണ് ലിംഗം, എന്താണ് ലിംഗത്വം, ഇങ്ങനത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഇവിടെ നടക്കും. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചെറിയ ചില ധാരണകൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഒരു സമൂഹം നമ്മൾ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ്, നമ്മളെല്ലാം കലാലയങ്ങളുടെ ഭാഗവാക്കാകുന്നവരാണ്. നമ്മുടെ കലാലയങ്ങളിൽ പലതരം ആശയങ്ങൾ, അതിൽ വിശ്വസിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരുമൊക്കെ ഉണ്ടാകും. ഇത്തരം ലിംഗവുമായി ബന്ധപ്പെട്ട്, ലിംഗസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും ഇന്ന് കലാലയങ്ങളിൽ വളരെ സജീവമാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കലാലയങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകൾ നിങ്ങൾക്ക് അവിടെ പ്രവേശിച്ചാൽ കാണാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് കാണാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ, പ്രശസ്തരായ ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ അവരുടെ കോളേജുകളിൽ വന്ന് പരിപാടികൾ നടത്തുന്നത് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഇത് ഭയങ്കര ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് ഇതിനോടുള്ള മുസ്ലിങ്ങളുടെ ഒരു സമീപനം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാകും. ഇന്നത്തെ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ മുമ്പ് ഹെട്രോനോർമറ്റീവ് സമൂഹം എന്നായിരുന്നു പറയാതിരുന്നതായിരുന്നു. ഹെട്രോനോർമറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് സ്ത്രീയോടായിരിക്കും ആകർഷണം ഉണ്ടാവുക, അവരാണ് ദാമ്പത്യ ജീവിതം പുലർത്തേണ്ടത്, അങ്ങനെയാണ് കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് എന്നൊരു ധാരണയാണ്. അതാണ് സാധാരണം എന്നൊരു ധാരണയാണ്. എന്നാൽ അത് മാറി ഇന്നത്തെ നമ്മുടെ ലോകം ക്വീർ നോർമറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ മാറ്റം. ക്വീർ നോർമറ്റീവ് എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷന് പുരുഷനോട് വേണമെങ്കിൽ ആകർഷണം തോന്നാം, അങ്ങനെ ഒരു കുടുംബമാണെങ്കിൽ ഉണ്ടാക്കാം. കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഭാര്യ, ഭർത്താവ്, മക്കൾ എന്നൊരു സങ്കല്പം ആകെ മാറി, അടിമുടി മാറി. പുതിയൊരു സങ്കല്പം, രണ്ട് വ്യക്തികൾ ഒന്നിച്ചു ചേർന്നാൽ മതി, ആ കുടുംബം എന്നുള്ള സംവിധാനം പോലും ഇല്ലാതാകുന്ന, അതിനെ പോലും ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള പുതിയൊരു തരം നോർമലായിട്ടുള്ള ഒരു സാധാരണതയെ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതിനാണ് ക്വീർ നോർമറ്റീവ് എന്ന് പറയുക. എല്ലാ തരം വിചിത്രമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങളും അതിൽ അനുവദനീയമാണ്. ആർക്ക് എന്തൊക്കെ തരത്തിലുള്ള ജീവിത ശൈലികളിലാണോ ഇഷ്ടം, അതിൽ മുഴുകാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കണം. അത് ഭയങ്കര നോർമലായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാകണം. അത് ആളുകൾ കാണുമ്പോൾ അതിനോടൊരു വെറുപ്പോടെ, അറുപ്പോടെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നതൊക്കെയാണ് ക്വീർ നോർമറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ തരം വിചിത്രമായിട്ടുള്ള ലൈംഗിക അഭിനിവേശങ്ങളും നോർമലായി കാണുന്ന ഒരു ലോകം ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട്, ഇങ്ങനെ മാറി മറിയുന്ന ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ചർച്ച നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വളരെ കൃത്യമായി അറിയുകയും ചെയ്യണം. നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലേക്ക് നിങ്ങൾക്കൊരു ആമുഖം തരാൻ വേണ്ടി ഇവിടെ നമ്മുടെ നാസിം റഹ്മാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ദഅവ ബുക്സിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ ലിംഗസ്ഥിതി നിർണയമാണോ അതോ തിരഞ്ഞെടുപ്പാണോ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലിംഗസ്ഥിതി
നിർണയമോ തെരഞ്ഞെടുപ്പോ എന്ന തലക്കെട്ടിലുള്ള ഒരു ചർച്ചയ്ക്കാണ് ഇവിടെ തുടക്കം കുറിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്തിൻ്റെ പ്രധാനപ്പെട്ടതും അപകടകരവുമായ ഒരു സവിശേഷതയാണ് ജീവിതവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾക്ക് സ്വന്തം ഇഷ്ടവും ഇച്ഛയും സുഖവും മാത്രം മാനദണ്ഡമാക്കുക എന്നുള്ളത്. ഏതൊരു കാര്യത്തിലും എനിക്കെന്താണോ കൂടുതൽ സുഖം ലഭിക്കുന്നത്, കൂടുതൽ ആനന്ദം ലഭിക്കുന്നത്, ആഹ്ലാദമുണ്ടാകുന്നത്, സൗകര്യമേതാണ്, അതാണ് ശരി എന്ന് തീരുമാനിക്കുന്നിടത്ത് നമ്മുടെ സമൂഹം എത്തി നിൽക്കുകയാണ്. ലിബറലിസം അടക്കമുള്ള ആധുനികതാവാദങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനം വഴി സംഭവിക്കുന്ന ഒരു കാര്യമാണത്. ഇവിടെ ഈ സുഖം മാനദണ്ഡമായി എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾക്ക് എതിരായി ധാർമ്മികതയായാലും മതമായാലും ഒരു വേള ശാസ്ത്രമായാൽ പോലും അവയെ എല്ലാം നിഷ്കരുണം തള്ളുക എന്നതാണ് നമ്മുടെ സമൂഹത്തിലെ പുതിയ ഒരു ട്രെൻഡ്. ശാസ്ത്രത്തെ പോലും തങ്ങളുടെ സുഖത്തിനെതിരാണെങ്കിൽ അതിനൊഴിവാക്കുന്ന ഒരു സ്ഥിതിവിശേഷം, ഏറെ അശ്ലീലകരം എന്ന് നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധം എന്ന് നമ്മൾ കരുതി പോന്നിരുന്ന ഒരു തിന്മ, സ്വവർഗരതി എന്ന് പറയുന്ന ഒരു തിന്മ, അത് ഒരു മാനസിക വൈകല്യമാണ് എന്ന് മെഡിക്കൽ സയൻസ് പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല, പറയരുത് എന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഈ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്ര സത്യങ്ങൾ പോലും നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്ന വളരെ ദുരന്തപൂർണമായ ഒരവസ്ഥ. ഇതിന് വളരെ അപകടകരമായ പര്യവസാനമായിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാകുവാൻ വേണ്ടി നമ്മളുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പേരുകൾ ഈ ചർച്ചയ്ക്ക് മുമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആദ്യത്തെ പേര് ഡെമി മൈനർ എന്നാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ സ്ക്രീനിൽ അദ്ദേഹത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ടൊരു സ്ക്രീൻഷോട്ട് കാണാം, ഒരു പത്രക്കുറിപ്പാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഡെമി മൈനർ എന്നാണ്, അമേരിക്കക്കാരനാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹത്തെ 30 വർഷത്തേക്ക് ജയിലിലടക്കാൻ തീരുമാനിച്ചു. ഇദ്ദേഹത്തിൻ്റെ വളർത്തച്ഛൻ്റെ സ്റ്റെപ്പ് ഫാദറിനെ കൊന്ന കുറ്റത്തിനാണ് ജയിലിൽ 30 വർഷം തടവിലാക്കാൻ വേണ്ടി കോടതി വിധിച്ചത്. അമേരിക്കക്കാരനാണ്, ന്യൂജേഴ്സിയിലാണ്. അങ്ങനെ ഇയാളെ ജയിലിൽ അടച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞ്, എൻ്റെ ബാഹ്യ ശരീരം അത് ഒരു ആണിൻ്റെ രൂപത്തിലാണെങ്കിലും ഞാൻ സ്വയം വിചാരിക്കുന്നത് ഒരു പെണ്ണാണ് എന്നാണ്. എൻ്റെ തോന്നൽ, എനിക്ക് വിചാരിക്കാൻ ഇഷ്ടമുള്ളത് ഞാനൊരു പെണ്ണാണ് എന്നാണ്. അതുകൊണ്ട് എന്നെ പുരുഷന്മാരുടെ സെല്ലിലിടാൻ പാടില്ല, പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ ജയിലിലാണ് എന്നെ അടയ്ക്കേണ്ടത് എന്ന് അദ്ദേഹം പറയാണ്. ഈ ഒരു മാനദണ്ഡം അനുസരിച്ച്, അല്ലെങ്കിൽ പുതിയ ഈ ഒരു കാര്യമനുസരിച്ച് കൊണ്ട് തന്നെ ജയിൽ അധികൃതർ ഇദ്ദേഹത്തെ സ്ത്രീകളുടെ സെല്ലിലാണ് അടച്ചത്. 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടെ 2 സ്ത്രീകൾ പ്രഗ്നൻ്റായി. അതോടെ ആ ജയിലധികൃതർ ആകെ പ്രയാസപ്പെട്ടു. കാരണം ഇയാൾ എവിടെയാണ് ഇനി താമസിപ്പിക്കുക? ഇയാൾ ഒരാണിൻ്റെ ശരീരമുള്ളതാണ്, പക്ഷെ സ്വയം തോന്നുന്നത് ഒരു പെണ്ണാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആണുങ്ങളുടെ ജയിലിൽ അടക്കാൻ പാടില്ല. അത് പ്രശ്നമാണ്, അതൊരു മനുഷ്യാവകാശ ധ്വംസനമാണ് എന്നാണല്ലോ പുതിയ വിചാരം. അതേസമയം ഇയാളുടെ തോന്നലനുസരിച്ച് ഇയാളെ ഇനി പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ സെല്ലിലിട്ടാലോ, ആ ജയിലിൻ്റെ തൊട്ടപ്പുറത്തെ റൂം, അവിടെ ഒരു നഴ്സറി സ്കൂൾ കൂടി അല്ലെങ്കിൽ ഒരു പ്രീ KG കൂടി അടുത്ത വർഷം ആരംഭിക്കേണ്ടി വരും. കാരണം
പെണ്ണാണെന്ന് പറയുമെങ്കിലും ഇയാളുടെ ആണത്തം ചില സമയങ്ങളിൽ പുറത്തു വരും. അതുകൊണ്ട് തന്നെ ഈ ജയിൽ അധികൃതർ വല്ലാതെ പ്രയാസപ്പെട്ടു, കൺഫ്യൂഷനായി. ഇനി വേറൊരാളെ നിങ്ങൾക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പേര് ടോണി ബാർക്ക് എന്നാണ്. അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീനിൽ കാണിക്കാം. ടോണി ബാർക്ക് ഇദ്ദേഹം ലോസ് ആഞ്ചലസിലെ ഒരാളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആള് ആണാണെങ്കിലും അയാൾക്ക് പെണ്ണായിട്ടാണ് തോന്നുന്നത്. ഇയാളും ആണായിരുന്നു, പക്ഷെ ഇയാൾക്ക് പെണ്ണായിട്ടല്ല തോന്നുന്നത്. ഇയാൾ സ്വയം വിചാരിക്കുന്നത് ഞാനൊരു നായയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു നായയുടെ രൂപസാദൃശ്യത്തിലേക്ക് ഇയാൾ മാറുകയാണ്. അതിന് വേണ്ട രൂപത്തിലുള്ള മാസ്ക് ധരിച്ചുകൊണ്ട് ആ രൂപത്തിൽ നടക്കുന്നു. ഇതേപോലെ തന്നെ ഈ അടുത്ത് കേട്ട മറ്റൊരു വാർത്ത, ഒരു രാജ്യത്ത് പെൻസിൽവാനിയയിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇതേപോലെ പുരുഷ ശരീരമുള്ള ആളാണ്, പക്ഷേ മൂപ്പർക്ക് സ്വയം തോന്നുന്നത് ഞാൻ പെണ്ണാണ് എന്നുള്ളതാണ്. അങ്ങനെ സ്ത്രീകളുടെ നീന്തൽ മത്സരത്തിൽ ഇദ്ദേഹം പങ്കെടുത്തു, സ്ത്രീകളുടെ കൂടെ. അതുവരെ ഇയാൾ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്തു, പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ സ്ത്രീകളുടെ കൂടെ മത്സരത്തിന് കൂടി ഇയാൾ ഫസ്റ്റ് റാങ്ക് അടിക്കുകയാണ്, 1ാം സ്ഥാനം നേടുകയാണ്. നോക്കൂ, ഞാനിത് ഈ 3 ഉദാഹരണങ്ങളും ഇവിടെ സൂചിപ്പിക്കാൻ കാരണം, സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ തോന്നലിനനുസരിച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന അപകടകരമായ ഒരവസ്ഥ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ ഈ സൂചിപ്പിച്ച 3 ആളുകളും അവരെ നമ്മൾ പുതിയ കാലത്തെ ജെൻഡർ പൊളിറ്റിക്സിന്റെ തിയറി അനുസരിച്ചുകൊണ്ട് കുറ്റം പറയാൻ പാടില്ല. കാരണം അവർ പറയുന്നത് എന്താ, ജെൻഡർ പൊളിറ്റിക്സിന്റെ അല്ലെങ്കിൽ LGBTQ അതിൻ്റെയൊക്കെ വക്താക്കൾ പറയുന്ന കാര്യം, ബാഹ്യ ശരീരം എന്താണെങ്കിലും പുറത്തേക്കുള്ള അവയവം, ശരീരത്തിൽ പുറത്ത് കാണുന്ന പ്രകടമായ അവയവം, അത് ആണിൻ്റെ അവയവമാണെങ്കിലും പെണ്ണിൻ്റെ അവയവമാണെങ്കിലും ഒരാൾക്ക് സ്വയം തോന്നുന്നത് എന്താണോ അതാണ് അയാൾ. പുരുഷ ശരീരമുള്ള ഒരാൾക്ക് സ്വയം തോന്നുന്നത് ഞാനൊരു പെണ്ണാണ് എങ്കിൽ അദ്ദേഹത്തെ പെണ്ണിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. ആ രൂപത്തിലാണ് ജീവിക്കേണ്ടത്. ഒരു പെണ്ണിന് തോന്നുകയാണ് എൻ്റെ ശരീരം പെണ്ണിൻ്റെതാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഞാനൊരാണാണ് എന്നാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതിന് സ്വാതന്ത്ര്യമുണ്ടാകണമെന്ന് വാദിക്കുന്ന, അവർക്ക് പരിഗണന കൊടുക്കണമെന്ന് വാദിക്കുന്ന ആളുകളാണ് ഈ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ LGBTQIൻ്റെ ഒക്കെ വക്താക്കൾ. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ 3 ആളുകൾ അവരുടെ വീക്ഷണപ്രകാരം അവർ കുറ്റക്കാരല്ല. അതേസമയം അത്തരം ഒരു തീരുമാനത്തിലേക്ക് എന്താണോ സ്വയം തോന്നുന്നത് അതിനനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നൊരു നില കൈവന്നാൽ സമൂഹം അകപ്പെട്ടു പോകുന്ന അപകടം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആ 3 ആളുകളുടെയും ഉദാഹരണം സൂചിപ്പിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ആണും പെണ്ണുമായിട്ടാണ്, അല്ലാതെ മൂന്നാമതൊരു ലിംഗമില്ല. സാന്ദർഭികമായി സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. അവിടെ അങ്ങനെ അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും സ്വന്തം ശരീരത്തിൻ്റെ ബാഹ്യമായ അവയവങ്ങൾ ഏതായിരുന്നാലും ബയോളജിക്കലി ഉള്ള അവസ്ഥക്ക് വിരുദ്ധമായ ചില തോന്നലുകൾ ചില ആളുകൾക്കുണ്ടാകും. അത് സത്യമാണ്, നമ്മൾ അംഗീകരിക്കണം. അതിന് പല കാരണങ്ങളുണ്ട്. അത് ജനിതകമാണ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ജനനത്തോടൊപ്പം ലഭിക്കുന്നതാണ്, പ്രസവത്തിന് ശേഷം, ജനിച്ചതിന് ശേഷം ചെറിയ പ്രായത്തിൽ കിട്ടുന്ന ശിക്ഷണത്തിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് എന്നൊക്കെ അതിന് അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ആ രൂപത്തിൽ അംഗീകരിക്കണം. അവിടെ ചില ആണുങ്ങളുടെ ശരീരത്തിൽ ഒരു പെണ്ണ് കുടുങ്ങിക്കിടക്കും, അവരെയാണ് നമ്മൾ ട്രാൻസ് വുമൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചില സ്ത്രീകളുടെ ശരീരത്തിൽ ഒരു ആണ് കുടുങ്ങിക്കിടക്കും, അവരെയാണ് നമ്മൾ ട്രാൻസ്മാൻ എന്ന് പറയുന്നത്. അവരോടുള്ള നമ്മുടെ സമീപനം അതൊരു മാനസികമായ പ്രശ്നമാണ്, വൈകല്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടത് ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ആ രൂപത്തിൽ അതിനെ മനസ്സിലാക്കണം, അവരെ പരിഗണിക്കണം, അവരുടെ ഒപ്പം നിൽക്കണം,
അതേപോലെ തന്നെ അവരുടെ പ്രയാസങ്ങളിൽ താങ്ങാവണം, അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകണം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ട്രാൻസ്ജെൻഡറുകളെ പറ്റി നമ്മുടെ ചർച്ചയിൽ അത് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇങ്ങനെ നമ്മൾ അവരോട് സമീപിക്കുമ്പോൾ ഇവിടെയുള്ള ജെൻഡർ പൊളിറ്റിക്സിൻ്റെയും LGBTQ-ൻ്റെയും ഒക്കെ ആളുകൾ പറയുന്നത് എന്താണ്? അവർക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള സമീപനം എന്താണ്? ഇതൊരു വൈകല്യമാണ് എന്ന് അവർ വിചാരിക്കുന്നില്ല, എന്ന് വിചാരിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഗവേഷണത്തെ പോലും, പഠനങ്ങളെ പോലും ഇവർ സമ്മതിക്കുന്നില്ല, ആധുനിക ലിംഗത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ. അതേപോലെ തന്നെ ഈ പ്രശ്നം എന്നുള്ളത് ഒരു മാനസികമായ പ്രശ്നമാണ്, തോന്നലൊരു മാനസിക പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് മാനസികമായാണ് ചികിത്സ നടക്കേണ്ടത്. പക്ഷേ ആ പ്രശ്നത്തിൻ്റെ ചികിത്സ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു. അങ്ങനെ വ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ ഗുരുതരമാണ് എന്ന് കേരളത്തിൽ പോലും അങ്ങനെ ചികിത്സ ചെയ്ത ആളുകളുടെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതേപോലെ തന്നെ ഇവരുടെ ഈ തോന്നൽ ഒരായുധമാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ സ്വവർഗരതി അടക്കമുള്ള എല്ലാ വൃത്തികെട്ട മൃഗരതി അടക്കമുള്ള ശവരതി അടക്കമുള്ള നമ്മൾ കേൾക്കാനും പറയാനും അറക്കുന്ന വിധത്തിലുള്ള ലൈംഗിക അരാജകത്വങ്ങൾ നോർമലൈസ് ചെയ്യുന്ന, അതിനെ സാധാരണവൽക്കരിക്കുന്ന, ഹെട്രോനോർമേറ്റീവിൽ നിന്ന് ക്യൂർ നോർമേറ്റീവിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷന്, ഒരു പാലം ഉണ്ടാക്കുവാനുള്ള പരിശ്രമം ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ വെച്ച് ഇവർ നടത്തുന്നു എന്നുള്ളതാണ്. അതിനെതിരെ നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം ലിയ തോമസ് ആയിരുന്നു. ഒരു നീന്തൽ മത്സരത്തിൽ ആദ്യം പുരുഷനായിരുന്നു, പക്ഷെ പിന്നീട് സ്ത്രീയായി മാറി. സ്ത്രീകളുടെ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്തു, 1ാം സ്ഥാനം നേടി. മുമ്പ് സ്ത്രീകൾ ആരും മത്സരിച്ചിട്ട് ലഭിക്കാത്ത ചില റെക്കോർഡുകൾ അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുമ്പ് പറഞ്ഞ ഡെമി മൈനർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവർ സർജറി ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവർ സ്വയം സ്ത്രീകളായിട്ട് പരിചയപ്പെടുത്തുകയും അങ്ങനെ സ്ത്രീകളായി സ്വയം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് മാത്രം അവരെ സ്ത്രീകളുടെ സെല്ലിലേക്ക് ഇടുകയൊക്കെയാണ് ചെയ്തത്. അവർ ഇങ്ങനെ ട്രാൻസെക്ഷലായിട്ട് മാറിയിട്ടില്ല, അവർ സർജറി ചെയ്ത് മാറിയിട്ടില്ല. പുരുഷൻ തന്നെ ആയിരുന്നു ശരീരത്തിൽ, പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ സ്ത്രീയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് എന്നെ സ്ത്രീകളുടെ ജയിലിൽ അടക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. എന്നാൽ ലിയ തോമസിൻ്റെ വിഷയത്തിൽ കുറച്ചും കൂടി വ്യത്യസ്തമാണ് കാര്യം. ലിയ തോമസ് സർജറി ചെയ്യുന്നുണ്ട്, സ്ത്രീകളുടെ രൂപം കൈവരിക്കുന്നുണ്ട്, ശാരീരികമായി സ്ത്രീകളുടെ രൂപം കൈവരിക്കുന്നുണ്ട്. ഇപ്പോൾ ലിയ തോമസിനെ കണ്ടാൽ ഒരു സ്ത്രീയാണെന്ന് തന്നെയാണ് തോന്നുക. എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ സർജറി ചെയ്തിട്ടുള്ള ട്രാൻസ്ജെൻഡറുകൾ ഉണ്ടാകുമല്ലോ, പലപ്പോഴും ഈ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ആളുകളൊക്കെ പറയാറുള്ളത്, ഇങ്ങനെ ആർക്കെങ്കിലും ഞാൻ വേറെ ലിംഗത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ സർജറി ചെയ്ത് മാറ്റിക്കോട്ടെ എന്നാണ് അവർ പരിഹാരമായിട്ട് പറയാറുള്ളത്. ഒരു സൊല്യൂഷനായിട്ട് ഈ സർജറിയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ യഥാർത്ഥത്തിൽ യുക്തിപരമാണോ? അങ്ങനെ സർജറി ചെയ്ത് ഇപ്പോൾ ഞാനൊരു പുരുഷനാണ്, ഒരു പുരുഷൻ എന്നുള്ള നിലക്ക് ഞാൻ ജനിക്കുന്നു, പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തോന്നുകയാണ് ഞാൻ സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീയാണെന്ന് തോന്നുമ്പോൾ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ വക്താക്കൾ എന്താ പറയുക? നിങ്ങൾ വേണേൽ സർജറി ചെയ്ത് സ്ത്രീയായി മാറിക്കോ, നിങ്ങളുടെ ശരീരത്തിൽ സ്ത്രീകളുടെ അവയവങ്ങൾ വെച്ച് പിടിപ്പിച്ചോ എന്ന് ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ആളുകൾ പറയും. അപ്പോൾ അങ്ങനെ ആ പരിഹാര മാർഗം സ്വീകരിക്കുന്നത് യുക്തിപരമാണോ അല്ലേ? അങ്ങനെ പരിഹാര മാർഗം സ്വീകരിച്ചാൽ അതിൽ സംതൃപ്തി ഉണ്ടാകുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും പഠനങ്ങളുണ്ടോ എന്ന് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ. ട്രാൻസ്ജെൻഡറുകളെ കുറിച്ചാണ് ചോദ്യം. ട്രാൻസ്ജെൻഡറുകൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ഒരു പുരുഷൻ, തനിക്ക് ശാരീരികമായി പൂർണ്ണമായും പുരുഷനായൊരു വ്യക്തി, ശാരീരികമായി മറ്റൊരു പ്രശ്നങ്ങളുമില്ല, പൂർണ്ണമായി സമ്പൂർണ്ണ പുരുഷനായൊരു വ്യക്തി, അയാൾക്ക് താൻ സ്വയം പെണ്ണാണ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരാണാണ് എന്ന് അനുഭവപ്പെടുന്നതിനേക്കാൾ കൂടുതൽ താനൊരു പെണ്ണാണ് എന്ന തോന്നൽ അയാളുടെ മനസ്സിലുണ്ടാകുന്നു. നേരെ തിരിച്ച് ഒരു സ്ത്രീക്ക് ശാരീരികമായി പൂർണ്ണമായ ഒരു സ്ത്രീ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ താനൊരു പുരുഷനാണ് എന്ന് മനസ്സിൽ അനുഭവപ്പെടുന്ന അവസ്ഥ, ഇതാണ് ട്രാൻസ്ജെൻഡർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ സമ്പൂർണ്ണമായി ശാരീരികമായി ആ അവസ്ഥയിൽ തന്നെയാണുള്ളത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി പൂർണ്ണമായും പുരുഷന്മാർ തന്നെയാണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ. എന്നാൽ ഇവർക്ക് മാനസികമായി അത്തരമൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു എന്നതിൻ്റെ പേരിൽ പലപ്പോഴും ജെൻഡർ പൊളിറ്റിക്സ് അവർക്ക് നിർദ്ദേശിക്കുന്ന പരിഹാരം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിവിധ തരത്തിലുള്ള സർജറികളാണ്. അതിൻ്റെ പല ഘട്ടങ്ങളുണ്ട്.
ഒന്ന് ഹോർമോൺ തെറാപ്പികൾ അവർക്ക് വേണ്ടി നൽകുന്നു, പ്യൂബർട്ടൽ ബ്ലോക്കേഴ്സ് നൽകുന്നു. അവരെ ശാരീരികമായി പ്രത്യേക സന്ദർഭങ്ങളിലെത്തുമ്പോൾ തങ്ങൾ ഏത് ലിംഗമാണെന്ന് തിരിച്ചറിയുന്ന സാഹചര്യം നിർത്തിവെക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുന്നു. അതുപോലെ അതിന് നിരന്തരമായ മരുന്നുകൾ അവരുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ്. നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇതിൻ്റെ വലിയ വിപണനങ്ങൾ നടക്കുന്നത് കാണാൻ സാധിക്കും. വലിയ വിപണനമാണ്, വലിയ മൂല്യങ്ങളുള്ള കച്ചവടങ്ങളാണ് ഈ പ്യൂബർട്ടൽ ബ്ലോക്കേഴ്സിൻ്റെ പേരിൽ മാത്രം യൂറോപ്യൻ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇങ്ങനെ ഹോർമോൺ തെറാപ്പികൾ ഉണ്ടാകുന്നു. പുരുഷന്മാരിൽ അവരുടെ ലൈംഗിക ഹോർമോണുകൾ അവരുടെ ജീവിത കാലഘട്ടത്തിലുടനീളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. സ്ത്രീകളിൽ അതുപോലെ തന്നെയാണ്. എന്നാൽ എതിർ ലിംഗത്തിൻ്റെ ലൈംഗിക ഹോർമോണുകളാണ് ഇത്തരം ആളുകൾ ട്രാൻസ്ജെൻഡറുകളിൽ കുത്തിവെക്കുന്നത്. അങ്ങനെ യഥാർത്ഥ രൂപത്തിൽ മനുഷ്യൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലൈംഗിക ഹോർമോണുകളുടെ പ്രവർത്തനം, ഉൽപ്പാദനം തടയാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നതുപോലെ തന്നെ നിരന്തരമായി എതിർവർഗത്തിൻ്റെ ഹോർമോണുകൾ കുത്തിവെച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് നിരന്തരമായി ആജീവനാന്തം രോഗികളായി, ഈ ഹോർമോൺ തെറാപ്പികളുടെയും മരുന്നുകളുടെയും അടിമകളായി ആജീവനാന്തം ട്രാൻസ്ജെൻഡറുകളെ മാറ്റുന്നു എന്നതാണ് ഇതിലൊന്നാമത്തെ പ്രശ്നം. അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ പരിഹാരം എന്ന് പറയുന്നത് സർജറിയാണ്. സർജറി, ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ നടത്തുന്നു. ഇങ്ങനെ ലിംഗമാറ്റ ശസ്ത്രക്രിയകൾ നടത്തിയതിൻ്റെ ചരിത്രം, അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പൂർണ്ണമായി ഒരു സമാധാനത്തിലേക്ക്, ആത്യന്തികമായ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് ട്രാൻസ്ജെൻഡറുകളെ ഈ ശസ്ത്രക്രിയകളൊന്നും എത്തിക്കുന്നില്ല എന്നതാണ് വസ്തുത. നമ്മൾക്ക് അതുമായി ബന്ധപ്പെട്ട എത്രയോ പഠനങ്ങൾ കാണാൻ സാധിക്കും. ബിർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി നടത്തിയ പഠനങ്ങൾ, ഇത് ഈ ട്രാൻസ്ജെൻഡറുകൾക്ക് നടത്തുന്ന സർജറികൾ അതൊന്നും തന്നെ എഫക്റ്റീവ് അല്ല എന്ന അവരുടെ പഠനം ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ശസ്ത്രക്രിയകൾക്ക് വിധേയരാകുന്ന ആളുകൾ, അവർക്ക് സംഭവിക്കുന്നത് അവരുടെ പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടുന്നു. ആജീവനാന്തം അവർ രോഗികളായി മാറുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ അതിൻ്റെ എത്രയോ ഇരകൾ അവരുടെ അനുഭവം സമ്മതിക്കുന്നത്, അവർ തുറന്നു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ചുമക്കാനോ ഒന്ന് മലമൂത്ര വിസർജനം നടത്താനോ കഴിയാത്ത രൂപത്തിൽ അവരുടെ ജീവിതത്തെ വലിയ പ്രയാസങ്ങളിലേക്കാണ് സത്യത്തിൽ ഇത്തരം ശസ്ത്രക്രിയകൾ കൊണ്ടെത്തിക്കുന്നത്. വോൾട്ടഹെയറുടെ ചരിത്രം നമുക്കറിയാൻ കഴിയും. വോൾട്ടഹെയർ, അദ്ദേഹം ഒരു പുരുഷനായിരുന്നു. അങ്ങനെ തൻ്റെ 42-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് കുട്ടികളുണ്ടാകുന്നു. 42-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹമോചനം ചെയ്യുന്നു. അങ്ങനെ തനിക്കൊരു പെണ്ണാവണം എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൽ അദ്ദേഹം മനഃശാസ്ത്ര രോഗവിദഗ്ധരുമായി അദ്ദേഹം അവരെ സമീപിക്കുകയും പെണ്ണായി മാറാനുള്ള ശസ്ത്രക്രിയ അദ്ദേഹം വിധേയനാവുകയാണ്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരന്തരമായ പ്രയാസങ്ങളാണ്. അദ്ദേഹത്തിന് ശാരീരികമായി മാനസികമായി പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. പലതരത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. ഒരു വേള ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും അദ്ദേഹം വിചാരിക്കുന്ന അത്രയും വലിയ പ്രയാസങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ടെത്തിച്ചു എന്നതാണ് ഈ ശസ്ത്രക്രിയ ഉണ്ടാകുന്നത്. അദ്ദേഹം പിന്നീട് തിരിച്ചു വരികയാണ്. അദ്ദേഹം വീണ്ടും ഒരു പുരുഷനായി മാറാനുള്ള ശ്രമങ്ങളിലേക്ക് അദ്ദേഹം നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. sexchangeregret.com എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് ലഭ്യമാണ്. ഇങ്ങനെ എത്രയോ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ, ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരായ ആളുകൾ തങ്ങളുടെ ദുരനുഭവം പങ്കുവെക്കുകയും തിരിച്ച് തങ്ങളുടെ യഥാർത്ഥ മനുഷ്യജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ശ്രമങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പറഞ്ഞു വന്നത്, ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള ജെൻഡർ പൊളിറ്റിക്സ് നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങളൊന്നും ട്രാൻസ്ജെൻഡറുകൾക്ക് ഗുണകരമല്ല. മറിച്ച് അവരെ അതിനേക്കാൾ വലിയ പ്രയാസങ്ങളിലേക്ക്, വലിയ ദുരന്തങ്ങളിലേക്ക്, ദുരിതങ്ങളിലേക്ക്, ആജീവനാന്ത രോഗങ്ങളിലേക്കാണ് അവരെ നയിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ട്രാൻസ്ജെൻഡറുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മാനസിക അസ്വാസ്ഥ്യമാണ്. എത്രയോ മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആളുകൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, മാനസിക അസ്വാസ്ഥ്യങ്ങളുണ്ട്. ചില ആളുകൾക്ക് തങ്ങൾ മൃഗങ്ങളാണ് എന്ന് തോന്നുന്ന ആളുകൾ, അതുപോലെ ബോആന്ത്രോപ്പി എന്നാണ് നമുക്കതിന് ശാസ്ത്രം വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടാഡ് സിൻഡ്രോം, ചില ആളുകൾക്ക് തങ്ങൾ മരിച്ചു എന്നാണ് അവർക്ക് തോന്നുന്നത്. അങ്ങനെ അവർ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. BIID എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരു വിഭാഗം രോഗാവസ്ഥയെ നമുക്ക് കാണാൻ കഴിയും. അവരെ സംബന്ധിച്ചിടത്തോളം ബോഡി ഇൻ്റഗ്രിറ്റി ഐഡൻറ്റിറ്റി ഡിസോർഡർ, അവർക്ക് ശരീരത്തിലെ ചില ഭാഗങ്ങൾ ആവശ്യമില്ല എന്നവർക്ക് തോന്നുകയാണ്. ചില ഭാഗങ്ങൾ അവരുടെ ശരീരത്തിൽ ഇല്ല എന്നവർക്ക് അനുഭവപ്പെടുകയാണ്. അവർ ശരീരത്തിൻ്റെ കൈയിൻ്റെ അല്ലെങ്കിൽ വിരലുകൾ ഇതെല്ലാം മുറിച്ചു മാറ്റാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ എത്രയോ മാനസിക അസ്വാസ്ഥ്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ട്രാൻസ്ജെൻഡറുകളെ പോലെ തന്നെ മാനസിക അസ്വാസ്ഥ്യം അനുഭവിക്കുന്ന ഈ ആളുകളെല്ലാം, ഇവരെ നമ്മൾ ശസ്ത്രക്രിയക്ക് അനുവദിക്കുകയാണോ വേണ്ടത്? മരിച്ചു എന്ന്
കരുതുന്ന ആളുകൾ, അവർക്ക് നമ്മൾ കുഴിമാടം വെട്ടിക്കൊടുക്കുന്നത് എത്രത്തോളം അശാസ്ത്രീയമാണ്, എത്രത്തോളം മാനവിക വിരുദ്ധമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇവിടെ ട്രാൻസ്ജെൻഡറുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം, അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ അത് മാനസികമായ ദുരിതങ്ങളാണ്. അപ്പോൾ അതിനാവശ്യമായ പരിഹാരങ്ങളാണ് അവർക്ക് ആവശ്യമുള്ളത്. അതിനുള്ള പഠനങ്ങളും അതിനുള്ള ശ്രമങ്ങളുമാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ പലപ്പോഴും ജെൻഡർ പൊളിറ്റിക്സ് സംഭവിക്കുന്നത്, അവർ ചെയ്യുന്നത് ഇങ്ങനെ ട്രാൻസ്ജെൻഡറുകൾക്ക് അനുകൂലമായ ശാസ്ത്രീയമായ പഠനങ്ങളെല്ലാം നിഷേധിക്കുകയും അതിനെയെല്ലാം തടയുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത്തരം ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതം തന്നെ അപകടത്തിലാക്കുന്ന, അവരുടെ പഠനങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ട്രാൻസ്ജെൻഡറുകൾക്ക് കൃത്യമായ പരിഹാരങ്ങൾ ആവശ്യമാണ്, അതിനുള്ള പഠനങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ്. എന്നാൽ LGBT ആക്ടിവിസ്റ്റ് അവരോട് ചെയ്യുന്നത് വലിയ ക്രൂരതയും ആ പഠനങ്ങളോട് വലിയ ഫാഷിസ്റ്റ് മനോഭാവത്തോടു കൂടിയാണ് പെരുമാറുന്നത് എന്നതുമാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ വളരെ സ്ട്രൈക്കിംഗ് ആയ കുറേ പോയിന്റുകളാണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇപ്പോൾ ഈ ട്രാൻസ്ജെൻഡറുകളുമായിട്ട് ബന്ധപ്പെട്ട് അവർ നിർദ്ദേശിക്കുന്ന ഒരു പരിഹാരം ഉണ്ടല്ലോ, സർജറിയുമായി ബന്ധപ്പെട്ടുള്ള പരിഹാരം, അത് എത്രത്തോളം യുക്തിപരമാണ്, അത് യുക്തിപരമാണോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഫഹദ് ബിൻ റഷീദ് ഇവിടെ പറഞ്ഞത്, അങ്ങനെ സർജറി ചെയ്താൽ അവർക്കതിൽ മനസ്സംതൃപ്തി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു പഠനങ്ങളും ഇല്ല എന്നുള്ളതാണ്. അതിനാണ് ബിർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ ആ പഠനം അദ്ദേഹം ഉദ്ധരിച്ചത്. അത് ദ ഗാർഡിയൻ പത്രത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ലേഖനം തന്നെ ഉണ്ട്. അപ്പോൾ ഈ സർജറി ചെയ്തിട്ട് ഇത്രയും ലക്ഷങ്ങളൊക്കെ ചെലവഴിച്ചിട്ട് ഒരുപാട് മാസങ്ങളുടെ, ചിലപ്പോൾ വർഷങ്ങളുടെ തന്നെ പരിശ്രമങ്ങളും ശരീരത്തിലുള്ള കീറിമുറിക്കലുകളും സർജറികളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും അത് പൂർണ്ണമായി സംതൃപ്തി ലഭിക്കുന്നൊരു കാര്യമല്ല. ചിലപ്പോൾ തിരിച്ചു പോകാൻ, ഒരു പുരുഷൻ സ്ത്രീയായി മാറിയതിന് ശേഷം പിന്നെയും പുരുഷത്വത്തിലേക്ക് തിരിച്ചു പോകാൻ വരെ ചില ആളുകൾക്ക് തോന്നും എന്ന് വാൾട്ടയറിനെ പോലെയുള്ള ആളുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നി. കാരണം ഈ ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ആളുകൾ ഇതിങ്ങനെ പരിഹാരമായി നിർദ്ദേശിക്കുമ്പോൾ ആ പരിഹാരം ഇവർക്ക് മനസ്സംതൃപ്തി നൽകുമെന്ന് ഒരു ഉറപ്പില്ല. പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം യുക്തിപരമല്ല എന്ന രൂപത്തിലാണ് ഫഹദ് ബിൻ റഷീദ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിച്ചാൽ ഇങ്ങനെ കുറേ രോഗങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിനോട് യോജിക്കാതെ, മനസ്സിന് തൃപ്തിപ്പെട്ടു പോകാൻ കഴിയാതെ, പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത കുറേ രോഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഇവിടെ സൂചിപ്പിച്ച കോട്ടാഡ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മരിച്ചു എന്ന് തോന്നുകയാണ്, ഞാൻ മരിച്ചു എന്നൊരാൾക്ക് തോന്നുകയാണ്. അങ്ങനെ തോന്നുന്ന ഒരാൾക്ക് മറ്റേ കബറ് കുഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ പോയി അവിടെ കിടന്നോ, നിങ്ങൾ മരിച്ചോ എന്ന് പറയുന്നത് എത്രത്തോളം വിഡ്ഢിത്തമാണ്, അതിൻ്റെ ഒരു അയുക്തികത എത്രത്തോളം ഉണ്ട്. അപ്പോൾ ഒരാളുടെ തോന്നലുകൾ തെറ്റാം. ആ തോന്നലുകൾ ചിലപ്പോൾ വളരെ വിചിത്രമായ തോന്നലുകൾ ഉണ്ടാകാം. അതൊന്നും വസ്തുതയോട്, യാഥാർത്ഥ്യത്തോട് ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷേ ആ തോന്നലുകൾക്കനുസരിച്ച് നമ്മുടെ ശരീരം എന്ന യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കണമെന്ന് പറയുന്നത് യുക്തിപരമല്ല എന്ന രൂപത്തിലുള്ള സംസാരം. അതുപോലെ BIIDയുടെ സംഭവം, BIID എന്ന് പറഞ്ഞിട്ട് BIID ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകൾ വരുന്ന എന്തിനാണ്? അവർ ക്ലിനിക്കുകളിലേക്ക് വരികയാണ്, ഡോക്ടർമാരെ കാണുകയാണ്. എന്തിനാണ് അവർ കാണുന്നത്? എന്തിനാണ് അവർ ക്ലിനിക്കുകളെ സന്ദർശിക്കുന്നത്? അവരുടെ ചില ശരീരങ്ങൾ അവർക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ BIID ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ അയാളുടെ കൈ ഇഷ്ടമുണ്ടാവില്ല. ഈ കൈ എൻ്റെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് കരുതും. എന്നിട്ട് എന്താണ് അവർ പരിഹാരമായിട്ട് ഡോക്ടറോട് ചോദിക്കുക, എന്താ, എൻ്റെ ഈ കൈ ഒന്ന് വെട്ടിത്തരുമോ, ഈ കൈ എൻ്റെ ശരീരത്തിൽ ഒന്ന് ഒഴിവാക്കി തരുമോ എന്ന് BIID ഉള്ള ആളുകൾ ചോദിക്കുന്നതാണ്. ബോഡി ഇൻറ്റഗ്രിറ്റി ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾക്കൊക്കെ ഇവരുടെ തോന്നലുകൾക്കനുസരിച്ച് ഇവരുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾ ഇങ്ങനെ വെട്ടി കൊടുത്താൽ അതെങ്ങനെയാണ് മാനവികമാവുക? അതെങ്ങനെയാണ് യുക്തിപരമാവുക? മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് മാനസികമായ ഉത്തരങ്ങളല്ലേ കൊടുക്കേണ്ടത്, മാനസികമായ പരിഹാരങ്ങളല്ലേ കൊടുക്കേണ്ടത് എന്ന രൂപത്തിലാണ് ഇവിടെ ഫഹദ് ബിൻ റഷീദ് സംസാരിച്ചത്. അതുപോലെ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തൊക്കെ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ചാണ്. ട്രാൻസ്ജെൻഡറുകളാകുന്ന അവരുടെ തോന്നലുകൾക്കനുസരിച്ചാണ്. പുരുഷനായിട്ട് ജനിച്ചു, പിന്നെ സ്ത്രീയാണെന്ന് തോന്നുമ്പോൾ അവർ സ്ത്രീയായിട്ട് സ്വയം പരിചയപ്പെടുത്തുന്നു, അതിനുവേണ്ടി സർജറികളൊക്കെ നടത്തുന്നു. ഇതുവരെ നടന്ന ചർച്ചകൾ മുഴുവൻ നോക്കിയാൽ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ചാണ്. പക്ഷേ ഇതല്ലാത്ത വേറെ വിഭാഗം ഉണ്ടല്ലോ, ഇൻ്റർസെക്സ് എന്ന് പറയുന്നൊരു വിഭാഗം. അവർ ജന്മന അങ്ങനെയാണ്. അവർക്ക് പിന്നീടുണ്ടായ തോന്നലുകളോ അവരുടെ സാഹചര്യങ്ങളോ അവരെ മാറ്റിമറിച്ചതോ അല്ല. ജന്മന അവരുടെ ശരീരത്തിൽ ചിലപ്പോൾ 2 ലിംഗത്തിൽ അവയവങ്ങളുമായിട്ട് ജനിക്കും, അല്ലെങ്കിൽ 2 ലിംഗത്തിൻ്റെയും സ്വഭാവ സവിശേഷതകൾ മിക്സായ രൂപത്തിൽ, അത് പല രൂപത്തിൽ, ചിലപ്പോൾ ലൈംഗിക അവയവങ്ങളൊക്കെ പുരുഷൻ്റെതായിരിക്കും, പക്ഷേ ശബ്ദം സ്ത്രീയുടേതായിരിക്കാം. ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട്, അവർ ജന്മന അങ്ങനെയാണ്. ഇങ്ങനെ ജന്മന ആയിട്ടുള്ള ആളുകൾ ഒരു കുറ്റവും ചെയ്യുന്നില്ല, ഒരു തെറ്റും ചെയ്യുന്നില്ല, അവർ ചോയ്സായിട്ട് അത് ചെയ്യുന്നതല്ല. അള്ളാഹു അവരെ സൃഷ്ടിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഇവരെയാണ് ഇൻ്റർസെക്സ് എന്ന് പറയാം. ഈ ഇൻ്റർസെക്സ് ആയിട്ടുള്ള ആളുകളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം?
അസീം തന്നാലൊക്കെ പറയാം. ഇവിടെ സൂചിപ്പിച്ചു ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ LGBT പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്നത് എന്താണ്. അപ്പോൾ ഇൻ്റർസെക്സ് എന്താണ്, അത് നമ്മൾ നന്നായിട്ട് അറിയേണ്ട ഒന്നാണ്. ഉഭയലിംഗി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന, അതുപോലെ തന്നെ അറബിയിൽ ഹുൻസ എന്ന വ്യവഹരിക്കപ്പെടുന്ന ആളുകളാണ് നമ്മൾ പറയുന്ന ഇൻ്റർസെക്സ്. അപ്പോൾ ഇൻ്റർസെക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രാൻസ്ജെൻഡർ ആരാണ്, ആ ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് അറിയണം. കാരണം പലപ്പോഴും ഈ ജെൻഡർ പൊളിറ്റിക്സിനെതിരെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നില്ലേ, ഇൻ്റർസെക്സിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നില്ലേ, ഇതൊക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുക. നമ്മുടെ പ്രശ്നം ട്രാൻസ്ജെൻഡറോ ഇൻ്റർസെക്സോ അസെക്ഷലോ അല്ല. ഈ പറയുന്ന ലെസ്ബിയനും ഗേയും അതുപോലെ തന്നെ ഏത് തരം ലൈംഗികതയും ഇവിടെ നോർമലൈസ് ചെയ്യണം. അത് അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ആണെങ്കിൽ അത് അംഗീകരിക്കണം എന്ന രൂപത്തിലേക്കുള്ള ഈ ലൈംഗിക താല്പര്യങ്ങളെ ഇതിൻ്റെ പിറകിലൂടെ കൊണ്ടുവരാനുള്ള ശ്രമത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. അല്ലാതെ ട്രാൻസ്ജെൻഡറുകളോട് പ്രത്യേകിച്ച് നമ്മൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ ഇൻ്റർസെക്സുകളോട് പ്രത്യേകിച്ച് അവരെ അപരവൽക്കരിക്കണമെന്ന ലക്ഷ്യമോ മതത്തിനോ നമ്മൾക്കോ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഇൻ്റർസെക്സുകളുമായി ബന്ധപ്പെട്ട് ഇസ്ലാം കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ഈ ഹുൻസ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്മാനും ട്രാൻസ് വുമണാണ് ട്രാൻസ്ജെൻഡറിൽ ഉൾപ്പെടുക. അവരെ നമ്മൾ ഹുൻസ എന്നല്ല പറയാം, അവർ മുഹന്നസ്, മുത്തറജിൽ മുഹന്നസ്, ഇതാണ് അവർക്ക് വേണ്ടി. ട്രാൻസ്മാനും മുത്തറജിലും മുഹന്നസ് എന്നുള്ളത് ട്രാൻസ് വുമൺ ഉപയോഗപ്പെടുത്തുന്ന പദങ്ങളാണ്, അറബി പദങ്ങളാണ്. അപ്പോൾ ഈ ഹുൻസകളുമായി ബന്ധപ്പെട്ട് ഇൻ്റർസെക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇൻ്റർസെക്സ് എന്ന് പറഞ്ഞാൽ ഒരാൾ ജനിച്ചു വീഴുമ്പോൾ നമ്മൾക്കറിയാം നമ്മൾ പുരുഷനാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എങ്ങനെയാണ്, തുടകൾക്കിടയിൽ ഏത് ലൈംഗികാവയവമാണ് ഉള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് പറയാം. പക്ഷേ രണ്ട് ലൈംഗികാവയവുമായിട്ട് കുട്ടികൾ ജനിച്ചു വീഴാറുണ്ട്. അതുപോലെ തന്നെ രണ്ടിൻ്റേതുമല്ലാത്ത നമ്മൾക്ക് മനസ്സിലാകാത്ത രൂപത്തിലുള്ള ലൈംഗികാവയവുമായിട്ടും കുട്ടികൾ ജനിച്ചു വീഴാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇൻ്റർസെക്സ്, ഹുൻസ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ച് ഇവരെ ഈ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്നോ ഇവരെ സമൂഹത്തിൽ നിന്ന് അരികുവൽക്കരിക്കണമെന്നോ ഇസ്ലാമിന് ഒരു താല്പര്യമില്ല. മറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഫിഖ് ഒക്കെ നോക്കുമ്പോൾ, ഫുഖാക്കൾ ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ, ദീർഘമായിട്ടുള്ള ചർച്ചകൾ പഴയ കാലങ്ങളിൽ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇമാം സുയൂത്തി റഹ്മത്തുള്ള, അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാരെ നമ്മൾക്ക് ഉദ്ധരിക്കാൻ പറ്റും. അവരൊക്കെ സ്വഹാബത്തിൻ്റെ കാലത്തുള്ള ചില സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ ഫത്വകളിൽ അവരെന്ത് ചെയ്യുന്നത്, തെളിവ് നിർദ്ധരിക്കുന്നത് എന്നുകൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അവരെ ചർച്ചകളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ഹുൻസനെ രണ്ട് വിഭാഗമായിട്ട് തിരിക്കുന്നത് കാണാം. ഹുൻസ മുഷ്കില, അതുപോലെ തന്നെ അവർ ഹുൻസ വാലിഹ്. അപ്പോൾ ഈ ഹുൻസകളുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു ജീവശാസ്ത്രപരമായൊരു അടിത്തറുണ്ട്. എങ്ങനെ ഹുൻസകൾ ഉണ്ടാകുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം സയൻസ് അതിന് വിശദീകരണം നൽകുന്നത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു ഫീമെയിൽ ആകുമ്പോൾ ലിംഗനിർണ്ണയ ക്രോമസോം അതെന്തായിരിക്കും, XX ആയിരിക്കും സ്ത്രീ ആണെങ്കിൽ, പുരുഷനാണെങ്കിൽ XY ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ ഇതിൽ ചില ക്രോമസോമിൻ്റെ എണ്ണം കൂടി വരുന്ന അവസ്ഥ ഉണ്ടാവും. ഒരു X കൂടി വരുന്ന, ഒരു Y കൂടി വരുന്ന, അല്ലെങ്കിൽ ഒരു X കുറഞ്ഞു വരുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇവരിൽ ഇൻ്റർസെക്സുകളെ രൂപപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ X-ഉം Y-ഉം X-ഉം X-ഉം ഒക്കെ തന്നെ ആയിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണുങ്ങൾക്ക് ആണുങ്ങളുടെ സവിശേഷത നൽകുന്ന ജീൻ എന്നുള്ളത് SRY ജീനാണ്, SRY ജീനാണ്. ഈ ജീന് ചിലപ്പോൾ പ്രവർത്തനക്ഷമം ആകാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും ആൺകുട്ടികൾ. ഈ XY ജീനിൽ, ഈ XY ലിംഗനിർണ്ണയ ക്രോമസോമുകളിൽ സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടുന്ന സവിശേഷത എന്നുള്ള സ്ത്രീകളുടേതായിരിക്കും. ശരീരം പുരുഷൻ്റേതും, പക്ഷെ അവർ പ്രകടിപ്പിക്കുന്ന സവിശേഷതകൾ ആണിൻ്റേതും ആയിരിക്കും. അതുപോലെ തന്നെ തിരിച്ചും സംഭവിക്കാം. ഇത് സ്ത്രീകളിൽ പ്രവർത്തനക്ഷമമാവുകയും XX പ്രവർത്തനക്ഷമമാവുകയും അത് അവർക്ക് പെൺ സവിശേഷതകൾ നൽകുകയും ചെയ്യാം, ആൺ സവിശേഷതകൾ നൽകുകയും ചെയ്യാം. അപ്പോൾ കാണുമ്പോൾ നമ്മൾ സ്ത്രീയുടെ ശരീരമായിരിക്കും, പക്ഷേ അവർ പ്രകടിപ്പിക്കുന്ന ഭാവങ്ങളും കാര്യങ്ങളൊക്കെ പുരുഷൻ്റേതായിരിക്കും, ശബ്ദം കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ ഇതിൻ്റെ ജനിതകമായ കാരണങ്ങൾ കൊണ്ട് ഇൻ്റർസെക്സുകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഹോർമോണൽ റീസൺസ് കൊണ്ട് എന്ത് ചെയ്യാം, ഈ ഇൻ്റർസെക്സുകൾ ഉണ്ടാകാറുണ്ട്. ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും ഇൻ്റർസെക്സുകൾക്ക് കാരണമാകാറുണ്ട്. അതേസമയം എന്തുകൊണ്ട് എന്നതിന് ഉത്തരം നൽകാൻ പറ്റാത്ത രൂപത്തിലും ചില ഇൻ്റർസെക്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ മുമ്പിൽ പല ഇൻ്റർസെക്സുകളും ജനിച്ചു വീണിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മതപരമായി നമ്മൾ വിശ്വസിക്കുന്ന കാര്യം കുല്ല് ദാ ഇൻ ദവ എന്നുള്ളതാണ്. എല്ലാ രോഗങ്ങൾക്കും എന്താണ്, മരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചിലതൊക്കെ ഹോർമോൺ തെറാപ്പിയിലൂടെ, അതുപോലെ തന്നെ ഈ സർജറിയിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിക്കാൻ പറ്റും. പലപ്പോഴും ഇൻ്റർസെക്സുകളെ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ പരിഹരിച്ചു പോകാൻ പറ്റും. ചിലത് ഭാഗികമായിട്ടേ പരിഹരിക്കാൻ പറ്റുള്ളൂ, ചിലത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാരണങ്ങൾ അറിയാത്തതുകൊണ്ട് പരിഹരിക്കാനേ പറ്റില്ല. പക്ഷെ അത്തരം ആളുകൾ സ്വയം കുറ്റപ്പെടുത്തി സ്വയം ശരീരത്തെ എന്താ പറയുക അപജയപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതിൽ അർത്ഥമില്ല. മറിച്ച് അതിന് സാധ്യതകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
അതിനൊരു സാധ്യതയെ ഉപയോഗപ്പെടുത്തി അതിനുള്ള എന്താ പറയുക ഗവേഷണങ്ങൾ നടത്താനും അതുപോലെ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം നടത്തുക എന്നല്ലാതെ സ്വയം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ ഇത് സത്യത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളുണ്ട്. എങ്ങനെയാണ് ഇവരെ ജെൻഡർ നിശ്ചയിക്കുക? ഇങ്ങനെ 2 ലിംഗവുമായി കുട്ടികൾ ജനിച്ചു വീണാൽ ഫുഖഹാക്കളെ ചർച്ച, ഇപ്പോൾ നിങ്ങൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ മൂത്രമൊഴിക്കുന്നത്, അത് ഏത് ലൈംഗികാവയവത്തിലൂടെയാണ്, ഇതിനനുസരിച്ച് നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് നിശ്ചയിക്കാം. ഇനിയല്ല, ഇനി അതിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. ചിലപ്പോൾ ആണിൻ്റേതും പെണ്ണിൻ്റേതും അല്ലാത്ത ലൈംഗികാവയവമായിരിക്കും കുട്ടിക്ക് ഉണ്ടാകുക. അപ്പോൾ ഒരു പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഏത് സവിശേഷതയാണ് പ്രകടിപ്പിക്കുന്നത്? ഇപ്പോൾ ധീരത കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആണായിട്ട് പരിഗണിക്കുക. അതുപോലെ തന്നെ അല്ല, പിന്നെ അതേസമയം അവർക്ക് സെക്ഷൽ ഓറിയൻറ്റേഷൻ, ആണിനോടാണ് താല്പര്യം തോന്നുന്നതെങ്കിൽ അവരെ പെണ്ണായിട്ട് പരിഗണിക്കുക. അങ്ങനെ അവരെ സെക്ഷൽ ഓറിയൻറ്റേഷൻ വെച്ചുകൊണ്ട് പരിഗണിക്കാം. അങ്ങനെ ഒരു ഇക്റാറിലേക്ക്, പണ്ഡിതന്മാർ അങ്ങനെ പറയാം, അവരൊരു ഇക്റാറിലേക്ക് അവരാണാണോ പെണ്ണാണോ എന്നതിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ഇസ്ലാമിലെ നിയമങ്ങൾ, അപ്പോൾ അവരെങ്ങനെ ഇപ്പോൾ സുദീർഘമായ ചർച്ച ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ പാരമ്പര്യം അത്രത്തോളം അവരെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ ജെൻഡർ പൊളിറ്റിക്സിനെ എതിർക്കുമ്പോൾ കേൾക്കേണ്ടി വരുന്ന ഒരു വാദം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്റർസെക്സുകൾക്കെതിരാണ്, ഈ പറയുന്ന ട്രാൻസ്ജെൻഡറുകൾക്കെതിരാണ്, നിങ്ങൾ ഇവരെ പ്രയാസമൊന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ഇസ്ലാമിക പാരമ്പര്യം എത്രയോ ഗഹനമായി ചർച്ച ചെയ്യുന്നത്. ഇവരെ ഹജ്ജ് എങ്ങനെ ആയിരിക്കണം, ഇവരെങ്ങനെയായിരിക്കണം, ഇവരെ നമസ്കാരം, ഇവരെ ജമാഅത്ത് എങ്ങനെയായിരിക്കണം, പിന്നെ ഇവരെ ഓരോ ഇസ്ലാമിക നിയമങ്ങൾ ഇവരെങ്ങനെയാണ് പാലിക്കേണ്ടത്, ഇവർ ഹിജാബ് ഇവർ ധരിക്കേണ്ടത് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഹുൻസകളുടെ കാര്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി അവരുടെ ഇപ്പോൾ ഇസ്ലാമിക് ഫിഖ് കൗൺസിലൊക്കെ ഈ അവരുടെ ജെൻഡർ അസൈൻമെന്റ് സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ തസ്സീഹുൽ ജിൻസ് അതുപോലെ തന്നെ തസ്ബീത്തുൽ ജിൻസ് എന്നൊക്കെയാണ് ഫത്വകളിൽ നമ്മൾ കാണാം. അഥവാ അവരുടെ ജെൻഡർ അവർ ഇക്റാറിൽ എത്തിയതിനു ശേഷം, ഇതാണ് ജെൻഡർ എന്ന് അവരെ ഉറപ്പിച്ചതിന് ശേഷം അതിലേക്ക് അവർക്ക് സർജറി വേണമെങ്കിൽ നിർവഹിക്കാവുന്നതാണ്. അതിലേക്ക് മാറുന്നതിന് നല്ലൊരു വിദഗ്ധനായ ഡോക്ടറുടെ സാമീപ്യം തേടി, ഉപദേശം തേടി, അവിടെ പ്രിയപ്പെട്ടവരുടെ ഉപദേശം തേടി, അതിൽ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്നത് നിങ്ങൾ മുഷാവറ നടത്തി ഒരു ഇസ്തിഖ്റാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ജെൻഡർ ഉറപ്പിച്ചതിന് ശേഷം നിങ്ങളൊരു തസ്സീഹുൽ ജിൻസ്, നിങ്ങളുടെ ജിൻസ് കറക്റ്റ് ചെയ്യുന്നതിലേക്ക് നിങ്ങൾ പോകുന്നതിൽ പ്രശ്നമില്ല. ആ ഒരു എന്താ പറയുക സർജറിയൊക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ കാര്യത്തിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ വിശാലമായ കാഴ്ചപ്പാടാണ് ഫുഖഹാക്കൾ പുലർത്തിയിട്ടുള്ളത്. അത് പൗരാണിക കാലഘട്ടം മുതൽ തന്നെ പഴയ സ്വഹാബത്തിന്റെ കാലത്ത് നിന്നുള്ള സംഭവങ്ങളിൽ നിന്ന് തെളിവ് നിർദ്ധരിച്ചുകൊണ്ടാണ് ഈ പണ്ഡിതന്മാരൊക്കെ ഒരു തീർപ്പിലെത്തുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ചുരുക്കം എന്ന് വെച്ചാൽ ഈ പണ്ഡിത ചർച്ചകളും ഖുറാനിൻ്റെയും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ നൽകുന്ന ഫത്വകളും, പ്രത്യേകിച്ച് ഇസ്ലാമിക് ഫിഖ് കൗൺസിലൊക്കെ ഇതിൽ ഒരുപാട് ഫത്വകൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾക്ക് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടെ ജാമ്യ നടത്തുന്ന ഒരു ദഅവാ സമ്മേളനത്തിൽ തീർച്ചയായും അത്തരം പുതിയ വിഷയങ്ങളെ കുറിച്ചുകൂടി ഫത്വകളെ കുറിച്ച് കൂടി നമ്മൾ ബോധവാന്മാരാവുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും കൂടി ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചയെ മൊത്തം സംഗ്രഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ഇന്റർസെക്സ് എന്ന് പറയുന്ന വിഭാഗത്തെ അരികുവൽക്കരിക്കാൻ വേണ്ടി ഒരിക്കലും ഇസ്ലാം ശ്രമിക്കുന്നില്ല. മറിച്ച് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിയുകയും അവരെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കി അള്ളാഹുവിൻ്റെ ദീൻ അവർക്ക് ജീവിതത്തിൽ പുലർത്താവുന്ന പ്രായോഗിക പരിപാടികൾ ആവിഷ്കരിക്കുകയാണ് ഇസ്ലാമിക പണ്ഡിതന്മാരും ഇസ്ലാമിക പ്രമാണങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഫത്വകളെയും ഈ പറയുന്ന പ്രമാണങ്ങളെയും ഒക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഉത്തരം എന്നുള്ളത്. അപ്പോൾ അവരെ അവമതിക്കുന്ന അല്ലെങ്കിൽ അവരെ അനാദരിക്കുന്ന, അവരെ ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു സമീപനമല്ല ഇസ്ലാമിന് ഇന്റർസെക്സുകളോടുള്ളത്. മറിച്ച് അവരെ പരിഗണിക്കുന്ന, അവരുടെ പ്രശ്നം അറിയുന്ന, അവരുടെ പ്രശ്നത്തിന് പരിഹാരങ്ങൾ തേടിപ്പോകുന്ന, അതിനെ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് സത്യത്തിൽ ഇസ്ലാമിൽ അതിൽ നിർവഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ പ്രശ്നം ട്രാൻസ്ജെൻഡറോ ഇന്റർസെക്സോ അസെക്ഷലോ അല്ല, മറിച്ച് അതിൻ്റെ പിറകിലൂടെ അവർ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, ജെൻഡർ പൊളിറ്റിക്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏത് തരം ലൈംഗികതയും അത് ഇവിടെ അറപ്പോ വെറുപ്പോ തോന്നിയാലും അത് സാധാരണവൽക്കരിക്കണം. ഈ താല്പര്യം, അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്, അതിനെതിരെയാണ് നമ്മൾ പ്രതിരോധം തീർക്കുന്നത് എന്നുകൂടി അതിൽ അടിവര ഇടേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ അസീം തന്നെ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട്, ഇൻ്റർസെക്സുകളുമായി ബന്ധപ്പെട്ട് അത് മനസ്സിലാക്കേണ്ടത് ശാരീരികമായി തന്നെ അവരങ്ങനെ ജനിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഭിന്നശേഷിക്കാർ അങ്ങനെ ഒരു സമാനമായ രൂപത്തിലാണ് നമ്മൾ അവരെ സമീപിക്കേണ്ടത്. അവർക്ക് ശാരീരികമായി തന്നെ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളുണ്ട്, ചെറുപ്പത്തിൽ തന്നെ പലതും പരിഹരിക്കാവുന്നതാണ് എന്നൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. അതുപോലെ അതിൻ്റെ ഇസ്ലാമികപരമായി മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാരും ആധുനിക കാലത്തെ പണ്ഡിതന്മാരും എല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണ് എന്നതെല്ലാം അസീം തന്നെ ഇവിടെ സമർത്ഥിച്ചു കഴിഞ്ഞു. ഏതായാലും ഇൻ്റർസെക്ഷനെ കുറിച്ചും ട്രാൻസ്ജെൻഡറുകളെ കുറിച്ചുമാണ്. ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഇതിലപ്പുറം കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗേ ആയിട്ടുള്ള, ബൈസെക്ഷൽ ആയിട്ടുള്ള, ലെസ്ബിയൻ ആയിട്ടുള്ള, ഇങ്ങനെ കുറേ വിഭാഗങ്ങളെ ഒന്നിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരാന്നുള്ളതാണ് ജെൻഡർ പൊളിറ്റിക്സ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആശയമായി മുന്നോട്ട് വെക്കുന്നത്.
അപ്പോൾ ഈ ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ജെൻഡേഴ്സുമായി അതുപോലെ ഇൻ്റർസെക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. തീർച്ചയായും സമയപരിമിതിയുടെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ വിഷയങ്ങളും എടുത്തിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളത് പ്രായോഗികമല്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി സദസ്സിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സദസ്സിൽ നിന്ന് ക്രിയാത്മകമായ ഈ വിഷയത്തിൽ ഫലപ്രദമായ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അവർക്ക് അവസരം കൊടുക്കുകയാണ്. താല്പര്യമുള്ളവർ കൈപൊന്തിച്ചാൽ മതി. ഇവിടെ സംഘാടകർ അവർക്ക് മൈക്ക് കൊടുക്കും. ജെൻഡർ പൊളിറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇവിടെ ഫഹദ്ക പറയണ്ടായി റിഗ്രറ്റ് റേറ്റ്സിനെ പറ്റി, സർജറി ചെയ്ത ആളുകളിൽ ഉണ്ടാവുന്ന റിഗ്രറ്റ് റേറ്റ്സിനെ പറ്റിയുള്ള സ്റ്റഡിയെ കുറിച്ച് പറഞ്ഞ്. അപ്പോൾ അതുമായി അനുബന്ധപ്പെട്ടുള്ള ചോദ്യം എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളോട് മറുപടിയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടത്തിയ ആളുകൾ അവരിലും ഇതുപോലുള്ള റിഗ്രറ്റ് റേറ്റ്സ് കാണാൻ പറ്റും. അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിന് സർജറി നടത്തിയ ആളുകൾ അവരിൽ 1 മുതൽ 24% വരെ റിഗ്രറ്റ് റേറ്റ്സ് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഈ ട്രാൻസ്ജെൻഡർ സർജറി നടത്തിയ ആളുകളിൽ റിഗ്രറ്റ് റേറ്റ്സ് അതിലേറെ കുറവാണ്. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 1 മുതൽ 5% വരെയാണ് കാണുന്നത്. എന്നാൽ ഇവിടെ 1 മുതൽ 15% വരെ അല്ലെങ്കിൽ 1 മുതൽ 24% വരെ സർജറി നടത്തിയ ആളുകളിൽ എന്താ പറയുക റിഗ്രറ്റ് റേറ്റ്സ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറയുക, ഈ സർജറി നടത്തണ്ടായിരുന്നു എന്നാകില്ലല്ലോ എന്നുള്ളൊരു ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അസ്സലാമു പിന്നെ ഇതിൽ ഈ റിഗ്രറ്റ് റേറ്റ്സ് എന്നുള്ളത് ഇതിലെ ഭയങ്കരമായി ഇതിനെ ഇല്ലാതാക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് അല്ല, വാലിഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് ഒന്നല്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇറിവേഴ്സിബിളാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മളിപ്പോൾ ടോപ്പ് സർജറി ചെയ്യുകയാണെങ്കിൽ ഒരു സ്ത്രീ പുരുഷനായി മാറുകയാണെങ്കിൽ അവിടെ സ്ഥലം മുറിച്ച് കളയാണ്. പിന്നെ ഇത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അതിൻ്റെ പ്രയാസം നമ്മൾ ഒരിക്കലും സാധ്യമാവാത്ത ഒന്നാണ്. പിന്നെ നിങ്ങൾ നൽകുന്ന ഈ ഹോർമോണുകളാകട്ടെ ഒക്കെ എന്നുള്ളത് പുറത്തുനിന്ന് നിങ്ങൾക്ക് നിരന്തരമായിക്കൊണ്ട് നൽകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞപ്പോൾ റിഗ്രറ്റ് റേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ അത് പല കേസുകളും അവർ വെച്ച് വാദിക്കാറുണ്ട്. അതിൻ്റെ ഡാറ്റകൾ ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ ഡാറ്റകളെ വിശ്വാസ്യതയും കാര്യങ്ങളൊന്നും ഞാൻ പരിശോധിച്ചിട്ടില്ല, നമുക്ക് നോക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊക്കെ അതിൻ്റെ ആവശ്യകത വരുമ്പോഴാണ് ആ സർജറിയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നിർവഹിക്കാറുള്ളത്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് യഥാർത്ഥത്തിൽ ശാരീരികമായിട്ടൊരു പ്രയാസമില്ലാതെ മനസ്സുമായി മാത്രം ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ഇൻ്റർസെക്സ് ഉള്ള ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ട്രാൻസ്ജെൻഡറുകളെ സംബന്ധിച്ച് ശാരീരികമായിട്ടൊരു അപൂർണതയും അവർക്കില്ല. പക്ഷേ അവരെ സംബന്ധിച്ചുള്ള മനസ്സുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ലിംഗബോധം എന്നുള്ളത് അവരുടെ ശരീരത്തിൻ്റെ ലൈംഗികമായിട്ടുള്ള ബാഹ്യാവയവങ്ങൾക്ക് വിരുദ്ധമായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവിടെ നമ്മൾ പരിഹാരമായിട്ട് ജെൻഡർ പൊളിറ്റിക്സിന് ആളുകൾ പൊതുവെ പുഷ് ചെയ്യാറുള്ള ഒരു സംഗതിയാണ് ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറി എന്നുള്ളത്. പക്ഷെ അതൊരു പരിഹാരമാകുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് വെച്ചാൽ കുറേ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉച്ചത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ഉച്ചത്തിൽ തന്നെ ഞാൻ പറയണം എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ ഒന്ന്, അത് ഇറിവേഴ്സിബിൾ ആണ്, മാത്രമല്ല അതിലൂടെ ആർക്കും പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കേവലം ഒരു റിഗ്രറ്റ് റേറ്റ്സ് കൊണ്ട് മാത്രം ആ ആർഗ്യുമെൻ്റ് എന്താകുന്നില്ല, ഇൻവാലിഡായി പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, തിരിച്ച് ട്രാൻസിഷൻ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് അവർക്ക് മാനസികമായി സംതൃപ്തി നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. തീർച്ചയായും അതൊരു ഇതിലൊരു പോയിന്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ആ റിഗ്രറ്റ് റേറ്റ്സും ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നില്ല, മറിച്ച് അതുണ്ടാക്കുന്ന ഡാമേജ് ശരീരത്തിന്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ കേട്ടതാണ്, ഒരു പുരുഷൻ പ്രസവിച്ചു മാധ്യമങ്ങളൊക്കെ, സ്ത്രീയാണ് യഥാർത്ഥത്തിൽ, പക്ഷെ അവർ ടോപ്പ് സർജറി ചെയ്തുകൊണ്ട് അവർക്ക് സ്തനങ്ങളില്ല. അപ്പോൾ അവരോട് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരെന്താ പറയുന്നത്, എനിക്ക് സ്തനം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിന് എന്ത് ചെയ്യായിരുന്നു, മുല കൊടുക്കാമായിരുന്നു. ഇതാണ് അവരെന്ത് ചെയ്യുന്നത്, പറയുന്നത്. സത്യത്തിൽ അവരുടെ മുല മുറിച്ച് കളഞ്ഞത് അതാരാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ജെൻഡർ പൊളിറ്റിക്സാണ് മുറിച്ച് കളഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു സൊല്യൂഷനായി നമ്മുടെ കുട്ടികളുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ മാത്രമല്ല, കുട്ടികളോട് പറയുന്നത് നിങ്ങൾക്ക് ലിംഗമുണ്ടെങ്കിൽ നിങ്ങൾ ആണാകും, നിങ്ങൾക്ക് യോനി ഉണ്ടെങ്കിൽ നിങ്ങൾ പെണ്ണാകും, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ അങ്ങനെ തോന്നുമ്പോൾ സ്വാഭാവികമായും ആ രൂപത്തിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ശരീരവും ആ രൂപത്തിലേക്ക് മാറ്റാവുന്നതാണ് എന്ന് വരുമ്പോൾ അത് എത്ര വലിയ ഡാമേജാണ് ഒരു സൊസൈറ്റി എന്ന നിലക്ക് നമ്മൾക്ക് ഉണ്ടാക്കുക എന്നുള്ളത് കൂടി അതിനോട് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു കാൽമുട്ട് ശസ്ത്രക്രിയയോടും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും റിഗ്രറ്റ് റേറ്റ്സിനോടും
അതിനെ സമീകരിക്കുന്നത് ഒരു ശരിയായിട്ട് എനിക്ക് എന്ത് ചെയ്യുന്നില്ല, അനുഭവപ്പെടുന്നില്ല. മാത്രമല്ല അതിലൊരു വാലിഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ അതിനെ കാണുന്നില്ല എന്നുള്ളതാണ് അതിനോട് ചേർത്ത് പറയാനുള്ളത്. അതിൽ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ റിഗ്രറ്റ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജെൻഡർ പൊളിറ്റിക്സിനെതിരെയായിരിക്കും അങ്ങനത്തെ ഒരു നറേറ്റീവ്. ആളുകളൊക്കെ സർജറി ചെയ്തതിന് ശേഷം അതിൽ ഞങ്ങൾക്ക് സംതൃപ്തി ഇല്ല എന്ന ആളുകൾ പറയുകയാണെങ്കിൽ അതിൽ ആർക്കാണ് കോട്ടം തട്ടുക? ജെൻഡർ പൊളിറ്റിക്സിനാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ആളുകൾ അങ്ങനത്തെ ശബ്ദങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് ഈ ഡാറ്റകൾ എത്രത്തോളം വിശ്വസനീയമാണ് എന്ന കാര്യത്തിൽ സംശയമാണ്. റിഗ്രറ്റ് ചെയ്ത എല്ലാവരും അതിന് സന്നദ്ധരായി, അത് തുറന്നു പറയാൻ സന്നദ്ധരായി വരുമോ എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വാൾട്ട് ഹെയറിൻ്റെ ഉദാഹരണം തന്നെ എടുക്കാം. വാൾട്ട് ഹെയർ ഇതുമായി ബന്ധപ്പെട്ട് sexregret.com അല്ലേ, അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് തന്നെ രൂപീകരിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് തുറന്ന് പറയാൻ ശ്രമിച്ച ഒരാളാണ്. പക്ഷേ അത് പറയാൻ ശ്രമിച്ചപ്പോൾ എന്താണ് അയാൾക്ക് കൊടുക്കേണ്ടി വന്ന വില? വാൾട്ട് ഹെയറിന് ജെൻഡർ പൊളിറ്റിക്സിനെതിരെ ഈ സർജറികളൊക്കെ ചെയ്ത് എനിക്ക് റിഗ്രറ്റ് ഉണ്ടായി, എനിക്കതിൽ ദുഃഖമുണ്ടായി, എനിക്കിനി തിരിച്ചു പോകണം, എൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങണം എന്ന് വാൾട്ട് ഹെയർ തുറന്നു പറഞ്ഞു. അതിന് പ്രചാരം കിട്ടുന്നുണ്ട് എന്ന് ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ആളുകൾ മനസ്സിലാക്കിയപ്പോൾ എന്താ ചെയ്തത്? യൂട്യൂബിൽ നിന്ന് അയാളുടെ വീഡിയോസ് മുഴുവൻ ബാൻ ചെയ്തു, മുഴുവൻ നിരോധിച്ചു. യൂട്യൂബിൽ അയാളുടെ വീഡിയോസ് ലഭ്യമാകാത്തൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ സെക്സ് റിഗ്രറ്റ് തുറന്നു പറയുന്ന ആളുകളെ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്ത് അവർക്ക് ആ അഭിപ്രായങ്ങൾ, ആ തുറന്നു പറച്ചിലുകൾ, അവരുടെ ദുഃഖപ്രകടനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം പോലും ഇവർ കൊടുക്കുന്നില്ല. അങ്ങനെ നടത്തുന്നവരെ പലരെയും ഇവർ ഒതുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടും പലപ്പോഴും ആ ഡാറ്റയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാകും എന്ന് സൂചിപ്പിക്കാം. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ജെൻഡർ പൊളിറ്റിക്സും അതുപോലെ ഇപ്പോൾ ഓരോ LGBTQൻ്റെ ഓരോ കാര്യങ്ങൾ, അപ്പോൾ അതായത് ഇപ്പം ഞാൻ ഒരു സാധാരണക്കാരിയാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ ഞാനും നിങ്ങൾ പറയുന്ന പോലെ അതിനെ എതിർക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ അവരുടെ സ്റ്റാൻഡിൽ, അതായത് ഇപ്പം നിങ്ങൾ പറയുന്ന അതൊക്കെ ഒരു മാനസിക വിഭ്രാന്തിയാണ്, മെൻ്റലി ആയിട്ടുള്ള പ്രശ്നമാണെന്ന്. ഇപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ആവുമ്പോഴല്ലേ എൻ്റെ ഇതിൽ എന്താണ് നടക്കുക എന്ന് അറിയണമെങ്കിൽ ഞാനതായി മാറുമ്പോഴല്ലേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ അത് മെൻ്റലായിട്ടുള്ള പ്രശ്നമാണോ, മാനസിക വിഭ്രാന്തിയാണോ, അല്ലെങ്കിൽ അവർക്ക് തോന്നലുകളാണോ എന്നൊക്കെ അറിയണമെങ്കിൽ അവരുടെ ആ ഒരു ഇതിൽ നിന്നിട്ടല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ചോദ്യം. അതിനെപ്പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അവരുടെ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ എന്താണ് നമുക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച്? ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതുമായി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ട്രാൻസ്ജെൻഡർ, ഇൻ്റർസെക്സ് ഇവരുടെ പ്രശ്നങ്ങളില്ലാന്നോ ഇവർക്ക് ബുദ്ധിമുട്ടുകളില്ലാന്നോ ഇതൊന്നുമല്ല നമ്മൾ വാദിക്കുന്നത്. പക്ഷെ ഇതൊരു സൊസൈറ്റി എന്ന നിലയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് നമ്മൾക്ക് നൽകാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറയാം, ഇതന്നെ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം സബ്ജക്റ്റീവാണ്. ഇത് സബ്ജക്റ്റീവാണ്. ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ ലിംഗബോധം നമ്മൾ എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത്? അത് നമ്മുടെ ലൈംഗികാവയവങ്ങൾക്ക് അനുസരിച്ചാണോ? അല്ലേ? സത്യത്തിൽ ശരീരത്തെക്കാൾ വസ്തുനിഷ്ഠമായ വേറെന്തെങ്കിലും ഉണ്ടോ? അതിനു പകരം ശരീരത്തിൻ്റെ ലൈംഗികാവയവങ്ങൾക്ക് അനുസരിച്ചല്ല നമ്മൾ ലിംഗബോധം നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. നമ്മൾക്ക് തോന്നുന്നതാണ് നമ്മളെന്ന് പറയുമ്പോൾ അതെങ്ങനെ അഫേം ചെയ്യുക? ഇപ്പോൾ ഇവിടെ പറഞ്ഞ കേസുകളിലൊക്കെ ഇപ്പം ഞാൻ കടന്നു വന്ന് നിങ്ങൾക്കിടയിൽ ഇരുന്നിട്ട് അപ്പോൾ എന്താ ഇരിക്കണം നിങ്ങൾ ചോദിക്കും. അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ പറയണം അല്ല നിങ്ങൾക്ക് ലിംഗമുണ്ടല്ലോ, നിങ്ങൾ പുരുഷൻ്റെ താടി ഉണ്ടല്ലോ, നിങ്ങൾ പുരുഷൻ്റെതായ സവിശേഷതകളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് അതൊക്കെ എൻ്റെ സെക്സിനെ മാത്രമാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എൻ്റെ ജെൻഡർ എന്നുള്ളത് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന എൻ്റെ തോന്നലാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് സബ്ജക്റ്റീവാണ്. അത് നമ്മളെങ്ങനെ അഫേം ചെയ്യുക? നമുക്ക് ഒരു സാധ്യത അതിനില്ല. അപ്പം നമ്മൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് എന്നുള്ളത് ഈ നമ്മളുടെ ജെൻഡർ ലിംഗബോധം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് നമ്മുടെ സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിന് വിരുദ്ധമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് അതിനെ പരിഹരിക്കാനുള്ള ശ്രമമാണ്. അല്ലാതെ ശരീരത്തെ മനസ്സിനനുസരിച്ച് തോന്നുന്നു എന്ന നിലയ്ക്ക് വെട്ടിമുറിക്കില്ല. ഇപ്പോൾ ഇതിലൊരു രസകരമായൊരു സംഗതി നമ്മൾ സംസാരത്തിന് വരാത്ത എനിക്ക് തോന്നുന്നു ജെൻഡർ ഫ്ലൂയിഡിറ്റിയാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഇന്ന് എനിക്ക് പെണ്ണാണെന്ന് തോന്നുന്നു, പക്ഷെ അതങ്ങനെ നിലനിർത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എന്താണ് എനിക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് അതിശയോക്തിയാണ് നാളെ എന്നുള്ളത്. ഒരു മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ എനിക്ക് തോന്നുന്നതാണ് ഞാനല്ല, എൻ്റെ ഐഡൻറ്റിറ്റി എന്നുള്ളത് ഞാൻ എന്താണ്, എൻ്റെ ലിംഗബോധം എന്നുള്ളത് ഞാൻ ആണാണ് എന്നുള്ളതിലേക്ക് വീണ്ടും എനിക്ക് വരാം. അതിനാണ് ജെൻഡർ ഫ്ലൂയിഡ്. ഇതൊരു ഫ്ലൂയിഡാണ്. അപ്പോൾ ഇതെന്തൊരു അബ്സേർഡിറ്റിയിലേക്കാണ് ഇത് യഥാർത്ഥത്തിൽ നയിക്കുന്നത് എന്നുള്ളത് പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാം. അതിനാണ് നമ്മൾ ജെൻഡർ ഡിസ്ഫോറിയ, അത് യാഥാർത്ഥ്യമാണ്. അങ്ങനത്തെ അനുഭവങ്ങൾ ഉള്ളവരുണ്ട്. പക്ഷെ അവർക്കുള്ള പരിഹാരം എന്താണ്? നമ്മളെന്താണ് കൊടുക്കുക? അവരോട് പറയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പെണ്ണായി തോന്നുന്നു അല്ലെങ്കിൽ ആണായി തോന്നുന്നു, ഓക്കെ, അത് നമ്മൾക്കത് സബ്ജക്റ്റീവായ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവർക്കുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പം നമ്മളതിന് പരിഹാരം പറയേണ്ടത്, ഓക്കെ നിങ്ങൾ ആണാണ് ശരീരം കൊണ്ട് പക്ഷേ പെണ്ണാണ് മനസ്സുകൊണ്ട്,
അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളെ ലിംഗം നിങ്ങൾ മുറിച്ച് കളയുന്നു, ഒരു കൃത്രിമ യോനി ഫിറ്റ് ചെയ്യുന്നു, ഹോർമോൺ തെറാപ്പിയിലൂടെ കടന്നു പോകുന്നു. ഇതുണ്ടാക്കുന്ന ഡാമേജ് എത്രയാണ്? ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം അത് നമ്മൾ ഭയങ്കരമായി കൊണ്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അവരുടെ എക്സ്പീരിയൻസിനെയോ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെയോ നമ്മൾ നിഷേധിക്കുകയോ ക്യാൻസൽ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് അതിനുള്ള പരിഹാരം എന്താണ്? ജെൻഡർ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന പരിഹാരം ശാശ്വതമാണോ? അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ പ്രശ്നത്തെ പരിഹരിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ ചർച്ചയുടെ കാതലായ കാര്യം എന്നുള്ളത്. അല്ലാതെ അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ആർക്കും ഉണ്ടാകില്ല, ഇതൊക്കെ വെറും കളവ്, അതല്ല നമ്മൾ പറയുന്നതിൻ്റെ ചുരുക്കം എന്നുള്ളത്. അപ്പോൾ ജെൻഡർ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന പരിഹാരം ചൂഷണമാണ്. അത് കൂടുതൽ മരുന്ന് കമ്പനികൾക്ക് കച്ചവടമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതിലൂടെ. മാത്രമല്ല ലൈംഗിക താല്പര്യങ്ങളെ പിറകിലൂടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ജെൻഡർ പൊളിറ്റിക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു തിരിച്ചറിവാണ് നമ്മൾക്ക് ഇതിൻ്റെ ഒരു ആകത്തുകയായിട്ട് ഉണ്ടാകേണ്ടതെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. വ്യക്തമായി വിചാരിക്കും. ഓക്കെ, അതിൻ്റെ വേറൊരു വശം കൂടിയുണ്ട്. ഇപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ സാധാരണ നമ്മുടെ തോന്നലുകളെല്ലാം യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ടുള്ളന്നില്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് ചിലപ്പോൾ ഞാൻ ഒരു സൂപ്പർമാൻ്റെ കാർട്ടൂണോ എന്തെങ്കിലും കണ്ടിട്ട് ഞാൻ സൂപ്പർമാൻ എന്നാണ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടിയാൽ, അങ്ങനെ ചാടാൻ വിചാരിച്ചാൽ നമ്മളൊരിക്കലും അതിനെ അനുകൂലിക്കില്ല, നമ്മളൊരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല, കൈയടിക്കൂല. പക്ഷേ അവിടെ എന്താണ്, ആ കുട്ടിയുടെ തോന്നൽ തെറ്റാണ്. ആ തോന്നൽ യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെ യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെടാത്ത കുറേ തോന്നലുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ തോന്നലുകൾ ശരിയാക്കുകയാണ് അവിടെ വേണ്ടത്, യാഥാർത്ഥ്യങ്ങളോട് അടുപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, അതവിടെ ഉള്ളതാണ്. എന്താണ് ആ ശരീരത്തിൻ്റെ സവിശേഷത, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാനദണ്ഡം അവിടെ ഉണ്ട്. പക്ഷെ തോന്നലുകൾക്ക് അങ്ങനെയല്ല. തോന്നലുകൾക്ക് എന്തും തോന്നാം, എന്ത് കാര്യമാണെങ്കിലും തോന്നാം. ആ തോന്നലുകളെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ തോന്നലുകളെ, നമ്മുടെ ചിന്തകളൊക്കെ ശരിയാക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ശാസ്ത്രമൊക്കെ അങ്ങനെ വികസിക്കുന്നത് പോലും അങ്ങനെയാണ്. ശാസ്ത്രീയമായ ഒരു കാര്യത്തെ അനുകൂലിക്കണമെങ്കിൽ എന്താണ്, എൻ്റെ തോന്നലിൽ ഇങ്ങനെയാണ് തോന്നിയതെന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രജ്ഞനും നമ്മൾ അംഗീകരിക്കില്ല, ഒരു ശാസ്ത്രഗ്രന്ഥത്തിനും ശാസ്ത്രഗ്രന്ഥം നമ്മൾ പറയില്ല. പിന്നെ എങ്ങനെയാണ് വസ്തുതകളെ എത്രത്തോളം അത് ശരിയായി അവതരിപ്പിക്കുന്നോ, എത്രത്തോളം ആ തോന്നലുകൾ, ചിന്തകൾ വസ്തുതകളോട് നീതി പുലർത്തുന്നുണ്ടോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തോന്നൽ ശരിയാണോ തെറ്റാണോ എന്ന് പറയാം. ഇപ്പോൾ ശരീരമായിട്ട് ബന്ധപ്പെട്ട് ആ തോന്നൽ തെറ്റാണ്, ആ തോന്നലിന് ഒരു വസ്തുതയുമില്ല, അത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു തോന്നലല്ല എന്ന് പറയാൻ എന്താണ് മാനദണ്ഡം? ശരീരം എന്ന യാഥാർത്ഥ്യമാണ്. അപ്പം അങ്ങനെ ആ ഒരു വശത്തിലൂടെയും നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ആ പ്രശ്നം തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സമയം നമ്മൾ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ തോന്നുന്നു. ഇപ്പോൾ ഫാദർ ഇവിടെ സൂചിപ്പിച്ചിരുന്ന ആ കാര്യം എന്ന് വിചാരിക്കുന്നു. അതായത് ട്രാൻസ്ജെൻഡറുകളെ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന അന്തരീക്ഷം ഭയങ്കരമായിക്കൊണ്ട് ഇതിൽ പങ്കാളികളാവും എന്നുള്ളതാണ്. ഇപ്പോൾ വാൾട്ടയറിൻ്റെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, വാൾട്ടയർ എന്തുകൊണ്ട് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയായി എന്ന് അദ്ദേഹത്തിന് പറയുന്നത്, ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ വല്യുമ്മ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ ക്രോസ് ഡ്രസ് ചെയ്യുന്നു, പെൺകുട്ടികളുടെ വസ്ത്രം ചെറുപ്പത്തിൽ തന്നെ ധരിപ്പിക്കുന്നു. പിന്നെ മാത്രമല്ല അങ്കിളുടെ കയ്യിൽ നിന്ന് ചില പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്കും ചെറുപ്പത്തിൽ അദ്ദേഹം ഇരയാകുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ നമ്മുടെ എൻവിയോൺമെൻറ്റ് എന്നുള്ളത് സത്യത്തിൽ ഇതിനെ നന്നായിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പോൾ ജെൻഡർ പൊളിറ്റിക്സിന് സ്വാധീനമുള്ള ഒരു ചുറ്റുപാടാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സെക്സ് അല്ല, നിങ്ങൾക്കുള്ള ലൈംഗികാവയമല്ല നിങ്ങളുടെ ജെൻഡർ നിശ്ചയിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ അനുഭവപ്പെടുന്നത് അതാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് സമൂഹം മാറുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്ന ചുരുക്കം എന്താ വെച്ചാൽ, ജെൻഡർ ഡിസ്ഫോറിയ ഈ പറയുന്ന രൂപത്തിൽ ഇങ്ങനെ വ്യാപിക്കാനുള്ളൊരു റീസൺ ആയിക്കൊണ്ട് ഈ പറയുന്ന ജെൻഡർ പൊളിറ്റിക്സിൻ്റെ വ്യാപനം സഹായിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ജെൻഡർ ഡിസ്ഫോറിയ, അപ്പോൾ നമ്മളെ ലിസ ലിസ്മാൻ പറയുന്നത് എന്താണ് പറയുക, ഇതൊരു പകർച്ചവ്യാധി പോലെ ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയും. ഇപ്പോൾ EMA കോളേജിൽ നടന്ന ആ ചർച്ചയിൽ ഒരു സുഹൃത്ത് പറയുന്നുണ്ട്, ക്യൂർ ആക്ടിവിസ്റ്റാണ് സുഹൃത്ത് പറയുന്നുണ്ട്, എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിവ് ലഭിച്ച സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഭയങ്കരമായിക്കൊണ്ട് എന്താണ് പറയുക, ഈ രൂപത്തിലുള്ള ചുറ്റുപാടുകളിൽ നിന്ന് അറിവ് സ്വീകരിച്ചാണ് ഇത്തരത്തിലുള്ള പലതിലേക്ക് എത്തിപ്പെടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ തലമുറക്ക് നൽകുന്ന കൂടുതൽ ജെൻഡർ കൺഫ്യൂഷനും ഇതുപോലെ തന്നെ ജെൻഡർ ഡിസ്ഫോറിയയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെയുള്ള പ്രശ്നങ്ങളാണ്. അതുകൂടി നമ്മൾ ഇതിൽ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് പ്രതിരോധിക്കേണ്ട ഒരു സംഗതി എന്നുള്ളത് നല്ലൊരു എൻവിയോൺമെൻറ്റിൽ നമ്മുടെ സമൂഹത്തെ, വരും തലമുറയെ നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഈ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അസീമ പറഞ്ഞതിൻ്റെ തുടർച്ചയെന്നോണം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. കേരളത്തിൽ സജീവമായി ഈ ജെൻഡർ പൊളിറ്റിക്സ്, ലിംഗത്വ രാഷ്ട്രീയം, അതിൻ്റെ ആശയങ്ങൾ നമ്മുടെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചാണ് കാര്യമായി അത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്, കലാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്.
അതിന് ഇവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളടക്കമുള്ള പ്രത്യേകിച്ച് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളൊക്കെ അതിൻ്റെ എല്ലാവിധ പ്രചാരകരുമായി മാറുന്ന, അതിനോട് എതിർക്കുന്ന ആളുകളെ പുരോഗമനമില്ലാത്തവരായി ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് മുമ്പിലുണ്ട്. എന്ന് മാത്രമല്ല നമ്മുടെ സർക്കാർ പോലും അതിൻ്റെ ഒരു അപകടത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. ലിംഗത്വ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഹെറ്ററോ നോർമേറ്റീവിൽ നിന്ന് മാറി ക്യൂർ നോർമേറ്റീവിലേക്ക് പോവുക എന്നുള്ളത്. അതിനു വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ സ്റ്റെപ്പായി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പരിചയപ്പെടുത്തി വന്നാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആശയം. അത് കേവലം ഒരു യൂണിഫോമിൻ്റെ മാറ്റം മാത്രമല്ല, മറിച്ച് ഈ പറയുന്ന ലിംഗത്വ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ദർശനത്തിലേക്കുള്ള പുതിയ തലമുറയുടെ വഴിനടത്തമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് അവർ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെ ഇസ്ലാമിക പ്രബോധകർ എന്ന നിലയിൽ ജാമിയ നദ്വിയ പോലുള്ളൊരു ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ കാര്യമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും സമൂഹത്തെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത്തരം നിങ്ങളുടെ പഠനങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു പുസ്തകം കൂടി പരിചയപ്പെടുത്തുന്നു. 1-2 വർഷമായി കേരളത്തിൽ പുറത്തിറങ്ങിയ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട്, ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട്, ഹോമോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ വളരെ ഗഹനമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം, ജെൻഡർ ന്യൂട്രാലിറ്റി വ്യവഹാരങ്ങളുടെ രാഷ്ട്രീയം എന്ന പേരിൽ മലയാളത്തിലും, ജെൻഡർ ന്യൂട്രാലിറ്റി ടുവേർഡ്സ് എ കാറ്റസ്ട്രോഫിക് സോഷ്യൽ ഓർഡർ എന്ന തലക്കെട്ടിൽ ഇംഗ്ലീഷിലും MM അക്ബർ സാഹിബ് രചിച്ച ഈ പുസ്തകം ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ബുക്ക് ഫെയറിൽ ലഭ്യമാണ്. അത് എല്ലാവരും വാങ്ങുവാനും വായിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കൂടി ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്.